നമുക്ക് അടുത്ത പടവിലേക്ക് കടക്കാം. ശൂന്യതയിൽ നിന്നും അനന്ത സാധ്യതകളിൽ നിന്നും ദ ഫൂൾ ബോധപൂർവമായ സൃഷ്ടിയിലേക്ക് ക്രിയേഷൻ നയിക്കുന്ന കാർഡാണ് ദ മജീഷ്യൻ. മേജർ ആർക്കാനയിലെ 1 എന്ന നമ്പറാണ് ഈ കാർഡിൻ്റേത്. 1 സൂചിപ്പിക്കുന്നത് ഏകത്വത്തെയും, അതായത് യൂണിറ്റി, തുടക്കത്തെയും ആത്മവിശ്വാസത്തെയുമാണ്. ഈ കാർഡിലെ സൂക്ഷ്മമായ രഹസ്യങ്ങൾ നമുക്ക് വിശകലനം ചെയ്യാം. 1. ചിത്രത്തിലെ പ്രതീകങ്ങളും അവയുടെ അർത്ഥവും. ഒരു കൈ മുകളിലേക്കും ഒരു കൈ താഴേക്കും. മജീഷ്യൻ്റെ വലതുകൈ ആകാശത്തേക്കും, അതായത് ദൈവികത. ഇടതുകൈ ഭൂമിയിലേക്കും, അതായത് ഭൗതികത, ചൂണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ആസ് എബോ സോ ബിലോ എന്നാണ്. അതായത് പ്രപഞ്ചത്തിലുള്ള ആത്മീയ ഊർജത്തെ സ്വീകരിച്ച് അതിനെ ഭൗതിക ലോകത്ത് പ്രായോഗികമായി മാറ്റാനുള്ള കഴിവ്. മേശപ്പുറത്തെ 4 വസ്തുക്കൾ. അവൻ്റെ മുന്നിലുള്ള മേശയിൽ ടാരറ്റിലെ 4 വിഭാഗങ്ങളെയും സ്യൂട്ട്സ് പ്രതിനിധീകരിക്കുന്ന വസ്തുക്കളുണ്ട്. 1. വാൾ, സ്വോർഡ്, വായു തത്വം, ചിന്തകൾ, ബുദ്ധി തുടങ്ങിയവ. 2. ദണ്ഡ്, വാൻഡ്, അഗ്നി തത്വം, ആവേശം, ക്രിയാത്മകത പോലുള്ളവ. 3. കപ്പ്, ജലതത്വം, വികാരങ്ങൾ, സ്നേഹം തുടങ്ങിയവ. 4. നാണയം, പെൻറ്റക്കിൾ, പൃഥ്വി തത്വം, ശരീരം, പണം, ഭൗതിക നേട്ടങ്ങൾ തുടങ്ങിയവ. ഇതിനർത്ഥം ഒരു കാര്യം നേടിയെടുക്കാൻ ആവശ്യമായ എല്ലാ ആയുധങ്ങളും നിന്റെ പക്കലുണ്ട് എന്നാണ്. അനന്തതയുടെ ചിഹ്നം, ലെംനിസ് ഗേറ്റ്, അവൻ്റെ തലയ്ക്ക് മുകളിലുള്ള ഇൻഫിനിറ്റി ചിഹ്നം ആത്മാവിൻ്റെ അമരത്വത്തെയും പരിധിയില്ലാത്ത ചിന്താശേഷിയെയും സൂചിപ്പിക്കുന്നു. സർപ്പ അരപ്പട്ട, അവൻ ധരിച്ചിരിക്കുന്ന അരപ്പട്ട സ്വന്തം വാല് തന്നെ വിഴുങ്ങുന്ന ഒരു പാമ്പാണ്. ഇത് പുനർജന്മത്തെയും പ്രപഞ്ചത്തിൻ്റെ അവസാനമില്ലാത്ത തുടർച്ചയെയും കാണിക്കുന്നു. 2. നിറങ്ങളുടെ രഹസ്യം. ചുവന്ന മേലങ്കി, റെഡ് ക്ലോക്ക്. പുറത്തെ ചുവന്ന നിറം ഐഹികമായ അറിവിനെയും ഇച്ഛാശക്തിയെയും, വിൽ പവർ, പ്രവർത്തനത്തെയും സൂചിപ്പിക്കുന്നു. വെളുത്ത വസ്ത്രം, വൈറ്റ് ട്യൂണിക്. അകത്തെ വെളുത്ത വസ്ത്രം ആത്മാവിൻ്റെ ശുദ്ധിയെയും ദൈവത്തോടുള്ള സമർപ്പണത്തെയും കാണിക്കുന്നു. അതായത് ശുദ്ധമായ മനസ്സോടെ വേണം പ്രവർത്തിക്കാൻ. മഞ്ഞ പശ്ചാത്തലം, ബുദ്ധിശക്തിയുടെയും ദൈവിക വെളിച്ചത്തിൻ്റെയും നിറമാണിത്. 3. ഭൗതികവും ആത്മീയവുമായ വശങ്ങൾ. ഭൗതികതലം, ഇപ്പോൾ പ്രവർത്തിക്കാനുള്ള സമയമാണ് എന്ന് ഈ കാർഡ് പറയുന്നു. നിങ്ങൾക്ക് വേണ്ട കഴിവുകളും സാഹചര്യങ്ങളും നിലവിലുണ്ട്. അവയെ ശരിയായി ഉപയോഗിച്ചാൽ വിജയം സുനിശ്ചിതമാണ്. ആത്മീയ തലം, നീ വെറുമൊരു മനുഷ്യനല്ല, മറിച്ച് നിന്റെ ജീവിതം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു ശില്പിയാണ്. നിന്റെ ഉള്ളിലെ ദൈവിക സ്പാർക്കിനെ തിരിച്ചറിയുക. 4. ഗുരുവിൻ്റെ ഉപദേശം, ദ ഗുരുസ് വിസ്ഡം. പ്രിയ ശിഷ്യ, ദ മജീഷ്യൻ നിനക്ക് നൽകുന്ന വലിയ പാഠം ഏകാഗ്രത, ഫോക്കസ് എന്നതാണ്. നിനക്ക് എല്ലാ ഉപകരണങ്ങളും, വാൾ, ദണ്ഡ്, കപ്പ്, നാണയം കൈവശമുണ്ടെങ്കിലും അവയെ ഒരേ ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കണം. ജീവിതത്തെ എങ്ങനെ നയിക്കാം? 1. നിന്റെ കഴിവുകളെ തിരിച്ചറിയുക. നിനക്ക് വേണ്ടതെല്ലാം നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അത് കണ്ടെത്താൻ ശ്രമിക്കുക. 2. വാക്കും പ്രവൃത്തിയും ഒന്നാക്കുക. ആകാശത്തുനിന്ന് നീ സ്വീകരിക്കുന്ന ചിന്തകളെ ഭൂമിയിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക. വെറും സ്വപ്നം കാണുന്നവനല്ല, സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നവനാകുക. 3. ആത്മവിശ്വാസം വളർത്തുക. നീ ഒരു മാന്ത്രികനാണ്. നിന്റെ വാക്കുകൾക്കും ചിന്തകൾക്കും ലോകത്തെ മാറ്റാൻ കഴിവുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുക. സൂക്ഷ്മമായ ഒരു രഹസ്യം കൂടി. മജീഷ്യൻ്റെ കാൽക്കൽ കാണുന്ന പൂന്തോട്ടം, ലില്ലിപ്പൂക്കളും റോസാപ്പൂക്കളും സൂചിപ്പിക്കുന്നത് അവൻ വെറുതെ ഇരിക്കുകയല്ല, മറിച്ച് അവൻ്റെ ആഗ്രഹങ്ങൾ പൂത്തുലയുന്ന ഒരു സാഹചര്യത്തെ അവൻ പരിപാലിച്ച് വളർത്തുന്നു എന്നാണ്. നീ നിന്റെ സ്വപ്നങ്ങളെ നിരന്തരം